Hi guys, welcome back to Nirajana YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ മൂവിക്ക് പോവാണ് ഗൈസ്. എന്താച്ചാ നമ്മളപ്പോ ഷൂ ആണ് ഗൈസ്. ഇതുകൊണ്ട് ഒരു ഹീലുണ്ട്. ഞാൻ പാവം സാരില്ല. ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. നിന്റെ മുടിന്റെ കോലെന്താ? എന്താണ് പെട്ടു? എവിടെ വണ്ടില്ലേ? അമ്മ വടോടിയിലോ കേറി പോവുമ്പോ എന്തുറ്റി? സ്കൂളിലേക്ക് ഇട്ട രണ്ടാളും മാച്ചൊക്കെ ആക്കിട്ടാണല്ലോ. ആണല്ലോ. സത്യം പറഞ്ഞാലേ എനിക്ക് മുന്നിൽ നടക്കാനുള്ള ഒരു ആഗ്രഹം കണ്ടേ അങ്ങനെ. യെസ്. ആ ഇനിങ്ങനെ സ്ലോ മോഷനിൽ വരും. അയ്യാ ഗായ്സ്, ഈ ചെരുപ്പൊക്കെ, ഈ വൈറ്റ് ചെരുപ്പൊക്കെ സ്കൂളിലേക്ക് ഇട്ടല്ലേ മണ്ണിന്റെ കളർ. അപ്പൊ ടാറ്റ പോയിക്കോ. ഡേഞ്ചറസ്. നടക്കുങ്ങളെ വീഡിയോ ഓഫാക്കണം. ഓക്കെ. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ബത്തേരിക്കാണ്. അവിടെ ഉള്ള തിയേറ്ററിൽ പോകാമെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ എല്ലാവരും ആടും ജീവിതത്തിന് ഫുൾ ടിക്കറ്റും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു സീറ്റുള്ളത് 2 അപ്പുറത്താണെങ്കിൽ 2 ഇപ്പുറത്ത്, അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ കൽപ്പറ്റയ്ക്ക് പോയി. കൽപ്പറ്റ പോയപ്പോൾ ആണെങ്കിൽ 7 മണീൻ്റെ ഷോയൊക്കെ ഫുൾ ടിക്കറ്റായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 9 മണിക്കുള്ള ടിക്കറ്റിന് കയറി. ആണോ? ഞാനും അച്ഛനും കൂടെ അച്ഛൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കടയിൽ പോയി. ഇവരെ ഈ പാർക്കിലാക്കിയിട്ടാണ് പോയേ. ഓരോ സാധനങ്ങളുണ്ട് എക്സസൈസിൻ്റെ. ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് അടിപൊളി അടിപൊളി. ഇതതിനധികം രാവിലെ എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ പൊലച്ചക്ക് വർക്കൗട്ടിന് വരും. നമുക്ക് ദൂരം ആയതുകൊണ്ടല്ലേ നമുക്ക് വരും. പിഞ്ഞാറ്റ അതങ്ങനെ കറക്കണേ.
ആദിരാജക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ നിൽക്കുന്ന അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസാക്ഷിയുടെ അംഗീകാരങ്ങൾ വോട്ടായി രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ പ്രതിനിധിയായി വയനാടിന്റെ MP-യായി സഖാവ് ആദിരാജയെ തെരഞ്ഞെടുത്തയക്കണമേ എന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായ ഉത്ബുദ്ധരായ മാന്യ വോട്ടർമാരോട് കുറച്ച് നേരത്തെ ഇങ്ങനെ വരികയാണ് നല്ലതുണ്ടാവും. ആ പൊന്തിക്ക് ഇങ്ങോട്ടേക്ക്. ആ അങ്ങോട്ട് തന്നെ. ആ അങ്ങനെ അത് അങ്ങനെ ചവിട്ട. കാണില്ല ഇനി ഇവിടെ നിന്ന് ഇരുട്ടാ. ലൈറ്റ് ഇടാം. കൈ പിടിച്ചേ. ഇനി ഞാൻ ചെയ്ത് നോക്കാം. ഇനി എവിടെ അവിടെ എന്താ ചെരുപ്പ് ഊരി കാലിലേക്ക് അടിക്കിട്ടോ അത്. അതെല്ലാം കഴിഞ്ഞിട്ട് പോയി റെസ്റ്റ് എടുക്കുന്ന ആയിരിക്കും വിചാരിക്കാം. ഞാൻ കണ്ടുപിടിച്ചു. കാലില് വേഗം വന്നിട്ട് കണ്ട് മെയിൻ റോഡ് ആട്ടോ. കൽപ്പറ്റ മെയിൻ റോഡ്. വേർക്കാൻ മാത്രം ചെയ്തില്ല. വേർക്കണമെങ്കിൽ എല്ലാത്തിലും ഒരേ ഇതിൽ ചെയ്ത് വരണം, എന്നാലേ വേർക്കുള്ളൂ. നേരത്തെ ഒരു കാക്ക വന്നിട്ട് അവിടെ തൊട്ട് ഇവിടം വരെ ചെയ്തപ്പോഴത്തേ മൂപ്പര് നല്ല കുളിച്ച പോലെ. ആ മൂപ്പര് നല്ല ചെയ്ത്. ഇപ്പൊ നല്ല ചെയ്തു. ഞങ്ങളിപ്പോ വേർത്ത് വെച്ചിട്ട് സിനിമാറ്റോഗ്രാഫി പോയിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് വെറുതെ കാണിച്ചു. ഇനി അവിടേക്ക് ഒന്ന് കാട്ടിക്കൊടുത്തു. അവിടെ അപ്പുറത്തേക്ക് ഒന്ന് കാട്ടിക്കൊടുത്തു. വാ നമുക്ക് അവിടെ പോയി വെക്കാം. വാ പോയി വെക്കാം അപ്പുറത്ത്. വാ എത്രത്തോളം കാണുന്നെങ്കിൽ പറയാൻ പറ്റും. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഗൈസ്, കാണിച്ചു. ഞാൻ നടന്ന അവിടെ എത്തിയെന്നറിയില്ല. ചെറിയ ഇളക്കൊക്കെ ഉണ്ടാവും. ക്ഷമിക്കുക. ഇന്നെന്താ കാണിക്കുന്നത്? മരം കയറി അത് ചെയ്യോ? പിന്നെ ഇവിടം വരെ ചെയ്. ഞാൻ താവൂല. ചെയ്യ്. അവിടെ നിന്ന് പിടിക്കും. അവിടെ വരെ പോണം. പിടിക്കരുത് ടച്ചാ.
അവിടുന്ന് തിരിച്ച് നീ ഇങ്ങോട്ട് തന്നെ വരണം. അങ്ങനെ അവിടെ സൗണ്ട് പിടിക്കൂല. നീ വേഗം ചെയ്യ് ഒരു കൈ വിട്ടിട്ട് ആ അയ്യേ ഇങ്ങനെ പോവാനാ? കൈ കടഞ്ഞു ഊര് പോയിട്ട് ഇതിന്റെ ഭയങ്കര സൗണ്ടാണ്. അപ്പൊ ഈ കൈ പിടിച്ച് അങ്ങോട്ട് വെക്കേ. കുഞ്ഞാറ്റ അതിലില്ല, അതിൽ ഊരാൻ പറ്റുന്നില്ല. അവിടെ എന്തോരം ഒരാണ്. വാ 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 വാ. അല്ല കുഴപ്പമില്ല. ഇതിലെ വാ. ഊരാൻ പറ്റില്ലല്ലേ, അവിടെ ഓരോരാണ്. ഞാൻ ചെയ്തോക്കട്ടെ. വെറുതെ ആരില്ല ഇവിടെ. ആരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഡ്രസ് അതൊന്ന് ഊരിയൊക്കെ വെച്ചിട്ടാ. അതാ പോയി, അതാ തട്ടി. അതാണ് പ്രായം. എല്ലാം കുഞ്ഞാറ്റാണല്ലോ. അങ്ങനെ ഓരോരുത്തരെ ഇതാവും. അതൊന്നല്ല, ഇതെന്താ സംഭവം അറിയോ? ഇവിടെ ഒരു കയറുണ്ടായിരുന്നു, അത് അവര് മുറിച്ച് കളഞ്ഞോ. അവിടെ വരെ അറ്റാച്ച് ചെയ്തിരുന്നു. അതിൽ കൂടെ നടക്കലായിരുന്നു എന്റെ പണി. പക്ഷെ ആ കമ്പി പറിച്ചു കാണുന്നു. ഓക്കെ ഓക്കെ, വീഴണ്ടോ, എത്തൂലേ. മരം കേറിനെ കണ്ടിട്ടുണ്ടോ? ഇറങ്ങിക്കോ. നിനക്ക് ഊരുന്നില്ലല്ലോ, നിന്റെ ഡ്രസ്സിന്റെ കുഴപ്പം അത്. ഇവിടെ എന്താ അതോ? അപ്പൊ ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ ഇട്ടത് ഷൂ ആണ്. ഷൂ ഒക്കെ മാറ്റും. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. 9 മണിക്കാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് മൂവി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് എത്ര മണിയാവും? 1 മണിയൊക്കെ ആവും. അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല. നേരെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. ഇങ്ങോട്ടോ ഇവരിപ്പോൾ പോകും. നമുക്ക് നമ്മളെ വണ്ടിയിൽ ഇരിക്കാം, അവിടെ സൈഡാക്കി. ആരില്ല. സമയം എത്രയായി? അച്ഛൻ സമയം എത്രയായി? മരം കയറിനെ കാണണം. മരം കയറിനെ
നീ രാത്രി മതിൽ കാണാൻ പോവാണോ അഞ്ചു? എല്ലാത്തിലും പാഞ്ഞു കയറുന്നുണ്ടല്ലോ. ഇറങ്ങിച്ചേട്ടോ, ഇവിടെ കറണ്ടിന്റെ ഉണ്ട്. നിങ്ങൾക്ക് മീൻ കറിയാ? ഒരു ബീഫ് അല്ലല്ലേ, 3 ബീഫോ? എല്ലാവർക്കും ഭയം. ഭയങ്കര പാസ്. ഇപ്പം ഒന്നും തിരക്കുണ്ടായിരുന്നില്ല, പക്ഷെ ആ സമയമായപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. സീറ്റ് കിട്ടിയില്ല. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.